ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിലെ വെർട്ടിക്കലിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഡാറ്റകൾ 4 മെത്തേഡ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് അഥവാ ട്രാൻസ്പോസ് പൊസിഷനിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ്, ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. കോപ്പി ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ Ctrl+C എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഈ കാണുന്ന ഏറോയിൽ സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഈ ഒരു വിൻഡോയിലെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ട്രാൻസ്പോസ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം താഴെ ഓക്കെ എന്ന് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കോപ്പി ചെയ്തിരിക്കുന്ന വാല്യൂ കോളങ്ങളിലായി ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. എന്നാൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന വാല്യൂ സ്റ്റാറ്റിക് വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഡൈനാമിക് വാല്യൂ കിട്ടുന്നതല്ല. അതായത് ഈ ഒരു ഡാറ്റയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന കോളങ്ങളിൽ വാല്യൂ ചേഞ്ച് ആവുന്നതല്ല. അടുത്തതായി ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ട്രാൻസ്പോസ് പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി Ctrl+C എന്നുള്ളത് സെലക്ട് ചെയ്തു. വാല്യൂ വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം കീബോർഡിൽ Alt+H+V+T എന്ന് സെലക്ട് ചെയ്തു. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്തും സ്റ്റാറ്റിക് വാല്യൂ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, ഡൈനാമിക് വാല്യൂ നമുക്ക് കിട്ടുന്നതല്ല. അടുത്തതായി ഫോർമുല ഉപയോഗിച്ച് ട്രാൻസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി വാല്യൂ വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ട്രാൻസ്പോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ അറേ എന്നുള്ള സ്ഥലത്ത് ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് വാല്യൂ കോളങ്ങളിലേക്ക് ഡിസ്പ്ലേ ചെയ്തത് കാണാം. ഫോർമുല ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാറ്റയിൽ ഡൈനാമിക് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. മാർക്സ് എൻ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെല്ലിൽ 59 എന്നുള്ള സ്ഥലത്ത് ഞാൻ 61 എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോളങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ വരുന്നത് കാണാം. മെത്തേഡ് നമ്പർ 4, വാല്യൂ വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ശേഷം നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നെയിം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇതുപോലെ മാർക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈക്വൽസ് ടു മാർക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം എൻ്റർ. ഈ ഒരു 2 നെയിം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമുക്ക് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. എന്നാൽ കോളങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. അതിനുവേണ്ടി നമുക്ക് മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കാം. നെയിം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് F2 എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈക്വൽസ് ടു എന്നുള്ളത് സെലക്ട് ചെയ്തു. ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു സാമ്പിൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈക്വൽസ് ടു എന്നതിന് പകരമായി MH എന്ന് ടൈപ്പ് ചെയ്തു. ഇതുപോലെ താഴെ മാർക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലും സെലക്ട് ചെയ്ത് ഈക്വൽസ് ടു എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം MH എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ 2 സെല്ല് സെലക്ട് ചെയ്ത് ഈ ഒരു കോർണർ ഞാൻ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തു. ശേഷം കീബോർഡിൽ Ctrl+H എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഒരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. ഫൈൻഡ് വാട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് MH എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈക്വൽസ് ടു എന്ന് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് MH എന്ന് ടൈപ്പ് ചെയ്തു. റീപ്ലേസ് വിത്ത് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഈക്വൽസ് ടു എന്ന് ടൈപ്പ് ചെയ്തു. താഴെ റീപ്ലേസ് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ അപ്ഡേറ്റ് ചെയ്തത് കാണാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തും ഡൈനാമിക് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. മാർക്സ് എൻ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെല്ലിലെ 59 എന്നുള്ള ഈ ഒരു ഭാഗത്ത്
63 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തും തൊട്ട് മുകളിലുള്ള ഈ ഒരു ഭാഗത്തും വാല്യൂ ചേഞ്ച് ചെയ്തതായിട്ട് കാണാം. മറ്റൊരു നമ്പർ എൻട്രി ചെയ്യുന്ന സമയത്തും വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡാറ്റകൾ ട്രാൻസ്പോസ് പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.